വെൽക്കം ടു വീണാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 10 മണികൾ നിറയെ പൂക്കൾ വിരിയാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ലാഗടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതേപോലെ നിറയെ പൂക്കൾ വിരിയുന്ന 10 മണികൾ, ഇതിനെ ടേബിൾ റോസ് എന്നാണ് പറയുന്നത്. പല വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഈ ചട്ടിയിൽ നട്ടേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബുഷിയായിട്ട് വളരാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൂണിങ് ആണ്. അപ്പം നമുക്ക് കുറേ മുട്ടുകളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് ഒന്നും നോക്കണ്ട, ഇത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പ്രൂണിങ് ചെയ്യാം. ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, ഇനിയും പൂക്കൾ വിരിയാനുള്ളതല്ലേ. കണ്ടപ്പാൻ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട് പ്രൂൺ ചെയ്ത്. നോക്ക്, ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, പിന്നെയും കിളിക്കും കേട്ടോ. ഇനിയും മുട്ടുകൾ കിളിക്കാൻ വേണ്ടിയാണ് ഈ പ്രൂൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൂണിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞത് ഇങ്ങനെ ഇരിക്കും പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ. ഇനി ഇതിലോട്ട് നമുക്ക് ഈ കത്രിക വെച്ച് തന്നെ ഒന്ന് അടി കിളച്ച് കൊടുക്കാവേ. ഇങ്ങനെ അടി കിളച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കത്രിക കൊണ്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തേ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇടാവേ. കാരണം ഇത് പ്രൂണൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ഇതിന് ഇച്ചിരി ടോണിക്ക് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി ഇടാവേ. ചാണകപ്പൊടി ഇട്ട് ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് സെറ്റായേ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രൂൺ ചെയ്തതിൻ്റെ കുറച്ച് 10 മണികളുണ്ടല്ലോ, ഈ 10 മണികൾ ഇത് നമുക്ക് നടണ്ടേ. ഇനി നമുക്കതും കൂടെ നടാം. ഊട്ടയുള്ളൊരു ചട്ടി എടുക്കുക. കരിയില കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണും ചാണകപ്പൊടിയാണ്. മണ്ണും ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ, മണ്ണെന്ന് പറയുമ്പോൾ ഇതേപോലെ ലൂസായിട്ടുള്ള മണ്ണാണ് എടുത്തേക്കുന്നത്. മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത്. ലൂസായിട്ടുള്ള മണ്ണെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വേര് ഓടും. കാരണം ഈ ടേബിൾ റോസ് ആണെങ്കിൽ 10 മണിയുടെ വേരെന്ന് പറഞ്ഞാൽ ചെറിയ കട്ടിയില്ലാത്ത സ്റ്റെമ്മാണ്. അപ്പം നല്ല രീതിയിൽ വേര് ഓടാൻ വേണ്ടിയാണ് ലൂസായിട്ടുള്ള മണ്ണെടുക്കാൻ പറഞ്ഞത്. മണ്ണും ചാണകപ്പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. എനിക്ക് ഒരുപാട് പൂക്കൾ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് വേറെ ഒരു കമ്പോസ്റ്റ് ഇട്ടിട്ടും എനിക്ക് നല്ല രീതിയിൽ പൂക്കൾ വരുന്നില്ല. എനിക്ക് ഈ മണ്ണും ചാണകപ്പൊടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പം നമുക്കിടാം. മണ്ണും ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ വേണ്ടേ ഇത്രയായിരുന്നു ഞാൻ വെട്ടി വെച്ചത്. നമുക്കിങ്ങനെ നട്ടു കൊടുക്കാവേ. ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ നട്ടു കൊടുക്കാം. ഇതേപോലെയൊക്കെയാണ് കണ്ട. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ദിവസം തണലത്ത് വെച്ചിട്ട് വെയിലത്ത് വെക്കുക. വെയിലത്ത് വെക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേന് വേരൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിരിക്കും. അപ്പോഴത്തേന് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ വന്ന മുട്ടുകളൊക്കെ ഇല്ലേ, അതൊന്ന് വെട്ടിക്കളയുക. ഈ മുട്ടുകളൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് അപ്പോഴത്തേന് ഈ സ്റ്റെമ്മിൽ തന്നെ പല ശിഖരങ്ങൾ വരും. അപ്പം ഇത് ഞാൻ മുമ്പ് കാണിച്ചതിൻ്റെ കൂട്ട് ഈ ചട്ടി നിറയെ 10 മണി കിളിക്കും. അപ്പം ഈ പൂക്കളല്ല, ഈ മുട്ട് വേണമെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഞാൻ മുട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാവേ. മുട്ടുകളൊന്ന് വെട്ടിക്കളയാം. ഇനിയും വരുന്ന മുട്ടും വെട്ടിക്കളയാം കേട്ടോ. എന്നാലേ ഒരു സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് ശിഖരങ്ങൾ വന്ന് ഒരുപാട് മുട്ടുകൾ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ പുതിയ ടിപ്സുമായിട്ട് വീണാസ് ഇനിയും വരും. അപ്പോൾ എല്ലാവരും മറക്കാതെ വീണാസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോയുമായിട്ട് വരും വരെ ബൈ ഓൾ.